കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ നമുക്ക് തയ്യാറാകാം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പലപ്പോഴും ഹൃദയം കലങ്ങി ചഞ്ചലിച്ച് പതറി വേദനിച്ചിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഹൃദയം ഒന്ന് ഉറയ്ക്കണമെങ്കിൽ യഹോവയെങ്കിലൊരു പ്രത്യാശ ഉണ്ടാകും. എൻ്റെ ദൈവം വിടുവിക്കും, സൗഖ്യമാക്കും, ബലം കൽപ്പിക്കും. കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വരും. കൂരിൽ താഴ്വഴ കൂടെ പോയാലും അവിടെയും എന്നെ നടത്തും. ശത്രു എന്നെ ജയഘോഷം കൊള്ളാൻ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ജയഘോഷം കൊള്ളാൻ ദൈവം അനുവദിക്കില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. പൂർണ്ണമായ ഒരു ആരാധന സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ വരും. ദൈവം എല്ലാ പ്രവർത്തികളും തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിക്കും എന്നൊക്കെ അങ്ങ് പ്രത്യാശിക്കാൻ തയ്യാറാകും. നമ്മൾ മാനുഷികമായ ശബ്ദങ്ങൾ കേൾക്കും. ഡോക്ടേഴ്സ് പറയും രക്ഷയില്ല. പിശാചിൻ്റെ ശബ്ദം രക്ഷപ്പെടില്ല, തകർന്നു എഴുന്നേൽക്കില്ല. അയൽക്കാരുടെ ശബ്ദം എങ്ങനെ പുറത്തു വരും? ചർച്ചക്കാർ പറയും ഇത്രയും വർഷം നടക്കാത്തത് എങ്ങനെ നടക്കും? ഇത് നമ്മളങ്ങ് റിസീവ് ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ മഹത്വവും നമ്മളെ കേൾപ്പിച്ച ആലോചനയും വചനവും നാം ഏറ്റെടുക്കാറ്. വചനം എന്ത് പറയുന്നു? ഞാൻ നിന്നെ സൗഖ്യമാക്കും. അടിപ്പെണ്ണ സൗഖ്യം വന്നിരിക്കും. വചനമയച്ച് കുഴികളിൽ നിന്ന് വിടുവിക്കും. വചനമയച്ച് അവരെ സൗഖ്യമാക്കും. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതാണ് പ്രിയ സഹോദരങ്ങളെ റിസീവ് ചെയ്യേണ്ടത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ ശബ്ദമൊക്കെ കേൾക്കണം. എല്ലാ ദിവസവും വിളിച്ചു പറയണം, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് വിളിച്ചു പറയാൻ തയ്യാറാകുമെങ്കിൽ ഒരു ശത്രുവിൻ്റെ ശക്തികളും നമ്മളെ കീഴ്പ്പെടുത്തില്ല. ശത്രുവിൻ്റെ ആരവങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തില്ല. സകല അന്ധകാര മണ്ഡലങ്ങളെയും ജയിക്കുന്ന ഒരു അതോറിറ്റി ഉയർത്തുന്ന ദൈവം നമ്മൾ കൈമാറിയിട്ടുണ്ട് അല്ലേ? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുക, ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. പോകുന്ന വഴി ദുർഘടങ്ങളുണ്ട്, എതിരാളികളുണ്ട്, പതിയിരിപ്പുണ്ട്. പക്ഷെ സകലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, സകലത്തെയും ചവിട്ടാൻ അധികാരം നൽകിയിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം. നമ്മളെല്ലാം ഭയത്തോടെ അല്ലേ ഓരോ ദിവസത്തെയും വീക്ഷിക്കുന്നത്? ഇന്ന് പകൽ എങ്ങനെ ആയിത്തീരും? ആ വിഷയത്തിന് എങ്ങനെ പരിഹാരം കാണും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ഞാനിവിടെ പരാജയപ്പെടുമോ? അങ്ങനെയല്ല. ഇന്ന് എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്നും തകർക്കുന്നവൻ എനിക്ക് മുമ്പായി പുറപ്പെട്ടെന്നും ഒക്കെ വിശ്വസിക്കാമെങ്കിൽ നമ്മൾ ശക്തരായിത്തീരും അല്ലേ? ശിംശോൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ലാതിരിക്കെ മൃഗങ്ങളുടെ രാജാവായ സിംഹം തനിക്കെതിരെ ചാടി വീണപ്പോൾ താൻ ബോധം കെട്ട് വീണ് എന്ന് എഴുതിയിട്ടില്ല അവിടെ, കേട്ടോ? നമ്മൾ സിംഹം ചാടി വീഴണ്ട, സിംഹത്തിൻ്റെ ഗർജനം കേട്ടാൽ ബോധം കെട്ട് വീഴും. നോക്കൂ, തനിക്കെതിരെ ഒരു സിംഹം അക്ഷരാർത്ഥത്തിൽ വന്നപ്പോൾ അവിടെ ആത്മാവ് തൻ്റെ മേൽ വന്നു.
അഭിഷേകത്താൽ തന്നെ കീറിക്കളയാൻ വന്ന ശക്തികളെ കീറിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആ ദൈവശക്തി നമ്മൾ ഏറ്റെടുക്കണം. വളരെ സുപരിതമായ ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം ലൂക്കോസ് സുവിശേഷം 1-ാം 64 വാക്യം, ലൂക്ക് 1:64. ഉടനെ അവൻ്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഉടനെ യോഹന്നാന്റെ പിതാവായ സക്കറിയാവിനെ പറ്റിയാ പറയുന്നത്. ദൈവശബ്ദം കേട്ട സക്കറിയാവേ, നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വാർദ്ധക്യമായി വാഗ്ദത്തമൊക്കെ അല്ലേ? പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ വാർദ്ധക്യമായില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. അത് മനസ്സിലാക്കണം. ഈ ദൂത് അങ്ങോട്ട് കേട്ടപ്പോൾ സക്കറിയാവ് ഇതെങ്ങനെ നടക്കുമെന്ന് അകത്തൊരു അവിശ്വാസമുണ്ടായി. പുരോഹിതനാണെങ്കിലും സാഹചര്യങ്ങൾ എതിരായി, ശരീരം നിർജീവമായി, പ്രായാധിക്യമായി, പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ, വർഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ ഒന്നും വാഗ്ദത്തം ഉണ്ടാകുമെന്ന് ചിന്തിച്ചു. പക്ഷേ വാഗ്ദത്തം ഉണ്ടാകാതിരുന്നപ്പോൾ, ചിലപ്പോൾ ഇനിയും ഇത് സംഭവിക്കാൻ സാധ്യതയില്ല, ഈ ശബ്ദം എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് ചിന്തിച്ചപ്പോൾ ആ വിശ്വാസത്താൽ സക്കറിയ പുരോഹിതൻ്റെ വായ ദൈവം അടച്ചു. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം വായ അടച്ചെങ്കിൽ അതേ ദൈവം തന്നെ നാവിനെ തുറന്നപ്പോഴെന്നറിയാമോ? നീ പോലും ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത വാഗ്ദത്തം നിന്റെ മടിയിലേക്ക് വരുമ്പോൾ അതുവരെ അടഞ്ഞത് ഉടനെ തുറന്നു. ദൈവം അടച്ചത് ദൈവം തന്നെ തുറക്കും. എന്തിനാണെന്നറിയാമോ? നിന്നെ വിശ്വസിപ്പിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ. സക്കറിയാവേ, നീ ഓടിയതും നീ പ്രാർത്ഥിച്ചതും നീ ആലയത്തിലേക്ക് പോയതും വെറുതെയല്ല കേട്ടോ. നിന്റെ പ്രാർത്ഥന നീ അവിശ്വസിച്ചെങ്കിലും എന്ന് പറയുന്നവൻ നിന്റെ കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തി. വാഗ്ദത്തം യോഹന്നാൻ പുറത്തു വന്നപ്പോൾ യോഹന്നാൻ എന്ന് താൻ പലകയിൽ എഴുതി കൊടുത്തു. ആ പേരെഴുതി തീർന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അവൻ്റെ നാവ് തുറന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൂത് മനസ്സിലാക്കണേ. അവൻ്റെ വായും തുറന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ലോകമൊക്കെ പറഞ്ഞു കാണും ഇനിയും സക്കറിയാവിനും സംസാരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ലോകത്തിൻ്റെ മുൻപിൽ ചിലതൊക്കെ അടയ്ക്കുന്നത് ദൈവമാണ്. നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ. ദൈവം ചിലത് അടയ്ക്കുമ്പോൾ ദൈവം തന്നെ ഉടനെ പുറത്തു കൊണ്ടുവരും കേട്ടോ. ഉടനെ തുറക്കും. എന്തിനാ ദൈവം ഇത് ചെയ്തതെന്നറിയാമോ? വിശ്വാസത്തിൽ സക്കറിയാവിനെ ഉറപ്പിച്ചു ശക്തനായി. അടുത്ത ഭാഗത്തൊക്കെ നോക്കൂ. താൻ പിന്നീട് പറഞ്ഞതെല്ലാം പ്രവചന ദൂതാണ്. 67 വാക്യം, അവൻ്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു. കണ്ടോ, ദൈവം വായ് തുറന്നാൽ, ദൈവം നിന്റെ നാവ് തുറന്നാൽ, ആത്തരം തുറന്നാൽ പ്രവചന ദൂതുകൾ വെളിപ്പെട്ടു വരും. കഴിഞ്ഞ ചില മാസങ്ങൾ, വർഷങ്ങൾ, 10 മാസമൊക്കെ ആ വായടഞ്ഞെങ്കിൽ ഇന്ന് പകൽ 11-ാമത്തെ മാസം, 12-ാമത്തെ മാസമൊക്കെ ആ വായ് തുറക്കുന്ന ഹോളി സ്പിരിറ്റിൻ്റെ പവർ പുറത്തു വരാൻ വേണ്ടിയാ. പ്രവചന ദൂതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാ. ചില നാളുകൾ അയ്യോ അടഞ്ഞോ, അയ്യോ ഇനിയും തുറക്കില്ലയോ? ഇല്ല, ദൈവം അടച്ചത് നിന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്തുവാൻ, ആത്മീക അതോറിറ്റി, നിന്റെ അധികാരം നിന്റെ നാവിന്മേൽ പകർന്ന് പ്രവചിച്ചു പറയുന്ന ദൂതുകൾ വളരെ ശക്തമാണ്. നിങ്ങൾ നോക്കണം ആ ഭാഗമൊക്കെ. അങ്ങനെയെങ്കിൽ നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനടച്ചാൽ വെള്ളം കയറും, ദൈവം അടച്ചാൽ ഒരു തുള്ളി വെള്ളം കയറത്തില്ല. പ്രളയം ശക്തമാവും, വെള്ളം കയറത്ത്. അടച്ചവൻ അതോറിറ്റി ഉള്ളവനാണ്. പക്ഷെ തുറന്നത് നോഹയെ കൊണ്ടാണ് തുറപ്പിച്ചത്. കാരണം ദൈവം ചിലത് അടപ്പിച്ചിട്ട് നിന്നെ കൊണ്ട് തുറപ്പിക്കും. എന്തിനാണെന്നറിയാമോ? നോഹയുടെ ദൈവം ആരാന്നും, നോഹയുടെ വാക്ക് കേട്ട് പെട്ടകത്തിൽ കയറിയ കുറച്ച് പേരുണ്ട്. അവരെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. മാത്രമല്ല, നോഹ കേട്ടത് ദൈവശബ്ദമാണെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ഉടനെ തുറന്നു. നാളുകൾ, മാസങ്ങൾ അടച്ചു വച്ചത് ഉടനെ തുറക്കാൻ ദൈവത്തിന് പദ്ധതിയായി. അങ്ങനെങ്കിൽ
ആ പെട്ടകം ഉറച്ചു ചില മാസങ്ങൾ ഒഴുകി നടന്നത് അറാറാത്ത് പർവ്വതത്തിൽ തന്നെ ഉറച്ചു. പർവ്വതത്തിൽ ഉറച്ചപ്പോൾ താഴ്വരയിലുള്ളവരെല്ലാം നോക്കി നിൽക്കുകയാണ്. യെസ്, ഹല്ലേലൂയ. എല്ലാവരും കാണുക. ദൈവം നോഹയെ കുടുംബത്തെ ഒന്ന് പുറത്തിറക്കി കേട്ടോ. പുറത്തിറങ്ങത്തില്ലെന്ന് ചിന്തിച്ച ഘട്ടങ്ങൾ എങ്ങനെ പുറത്തു വരുമെന്ന് ചിന്തിച്ച വർഷങ്ങൾ, മാസങ്ങൾ, അതിനെ ഒന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട. ദൈവം പുറത്തു കൊണ്ടുവരും, ദൈവം ഉറപ്പിക്കും. നോക്കണേ, മർക്കോസ് സുവിശേഷം 7:35 നമുക്കെല്ലാം അറിയാം. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു. ഇത് കർത്താവ് കെട്ടിയതല്ല, പിശാച് കെട്ടി. നാളുകൾ വായ് തുറക്കുവാൻ കഴിയാതെ, ഊമന് ചെവി കേൾക്കുവാൻ കഴിയാതെ, ചെകിടനായി വചനമകത്തേക്ക് കയറുവാൻ, അപ്പോൾ തന്നെ കാണേണ്ടത് കാണുവാൻ കഴിയാതെ, സംസാരിക്കുവേണ്ടതുപോലെ സംസാരിക്കുവാൻ കഴിയാതെ സ്ട്രെയിൻ എടുക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ മേൽ പിശാച് വെച്ച ചില കെണികളും ചില കുരുക്കുകളും നീ സംസാരിച്ചാൽ ദൈവശബ്ദമാകും. നീ സംസാരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി വരുമെന്ന് കണ്ട നിന്റെ നാവിനെ കെട്ടിയ ചില പൈശാചിക മേഖലകൾ, നിന്റെ ചെവിയെ കെട്ടിയ ചില മേഖലകൾ, വചനത്തിൻ്റെ ശക്തി നിന്റെ ചെവിക്കകത്തേക്ക് വരുമ്പോൾ ആത്മശക്തിയുടെ വെളിപ്പാടുകളാൽ നീ നിറയുമെന്ന് കണ്ട ഒതുക്കിയ ചില മണ്ഡലങ്ങളെ യേശു ഇന്ന് പകൽ തൊടുക. നിന്റെ തലമുറകളെ തൊടുക. അവരെ സംസാരിക്കാൻ കഴിയാതെ, ആത്മാവിൽ നടക്കുവാൻ കഴിയാതെ, വചനത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകാൻ കഴിയാതെ ചിലതിനെയൊക്കെ പിടിച്ചൊതുക്കി കുരുക്കി പിശാചിൻ്റെ ഇംഗിതത്തിന് തൊടുത്തുവിട്ടെങ്കിൽ ഉടനെ നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ കുടുംബത്തിൻ്റെ ഭാവി, നിന്റെ ആരാധനയുടെ ഭാവി അടഞ്ഞു എന്ന് നീ ചിന്തിക്കേണ്ട. കർത്താവ് ഉടനെ തുറക്കും. വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഉടനെ തുറന്നു. അവൻ ശരിയായി സംസാരിച്ചു. ഈ പകൽ കർത്താവ് തുറന്നാൽ നീ അന്യഭാഷയിൽ സംസാരിക്കും. നീ അഭിഷേകത്തോടെ മുമ്പോട്ട് പോകും. നീ ആത്മാവിൽ നൃത്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ലോകം തുറക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് കർത്താവ് തുറക്കുന്നത്. പിശാച് അടച്ചെന്നേക്കുമായി സീൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ തുറന്ന കല്ലറകളെ പൊട്ടിച്ചെറിഞ്ഞ ദൈവശക്തി ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. ഉടനെ തുറന്നു. സെക്കരിയാവേ, കഴിഞ്ഞ 10-11 മാസം അടച്ചു വെച്ചത് നിന്നെ ഒന്ന് ശക്തീകരിക്കാൻ, നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ, നിന്റെ വാഗ്ദത്തം പുറത്തു വരുമ്പോൾ നിന്റെ നാവ് തുറക്കാൻ പോകുക. നീ ആത്മാവിൽ പ്രവചിക്കാൻ പോകുക. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൂത് പറയുന്നു. ചില കാലഘട്ടങ്ങളായി, മാസങ്ങളായി സംസാരിക്കുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടവളെ പോലെ നിർവീര്യമായി തീർന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തെ ടച്ച് ചെയ്യുക, നിങ്ങളുടെ വിഷയങ്ങളെ ടച്ച് ചെയ്യുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠ വിചാരങ്ങൾക്കായി സ്തോത്രം. ഉടനെ തുറന്നു. വാഗ്ദത്തം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ച് നിരാശയും വിശ്വാസവും വന്നപ്പോൾ കർത്താവിൻ്റെ വായടച്ചെങ്കിൽ വാഗ്ദത്തം പുറത്തു വന്നപ്പോൾ അവരാത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങിയതുപോലെ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ചലിക്കുവാൻ കഴിയാതെ, വായ് തുറക്കുവാൻ കഴിയാതെ ഇരുന്ന മണ്ഡലത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ പ്രവൃത്തിയായിരിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ മുമ്പോട്ട് പോകും. ദൈവം തുറക്കുന്നു, ദൈവം പുറത്തു കൊണ്ടുവരുന്നു, ദൈവം ശക്തീകരിക്കുന്നു, ആത്മാവിനാൽ നിറയ്ക്കുന്നു. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.